ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം ത്രയോവിംശതിതമോ അധ്യായഃ 23-ാമത്തെ അധ്യായം. ഈ 23-ാമത്തെ അധ്യായത്തിൽ ശിശുമാര സ്വരൂപ വർണ്ണനയാണ് ഉള്ളത്. യാതൊരു സാങ്കേതിക തടസ്സം കൊണ്ടാണോ ഭാഗവതം ഇതുവരെ ചെയ്യാൻ പറ്റാതിരുന്നത്, ആ തടസ്സം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ അതിനൊരു പകരം സംവിധാനം ഏർപ്പെടുത്തിയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് മുൻപത്തെ പോലെ ഒരു 15 മിനിറ്റിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആ ഒരു ടെക്നിക്കലിയുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതുപോലെ തന്നെ തുടക്കത്തിലും അവസാനവും ഉള്ള ആ ഭഗവാന്റെ നാമസങ്കീർത്തനവും ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും തൽക്കാലം ഒന്ന് സഹകരിക്കുക, അല്ലെങ്കിൽ ഇനിയും നീണ്ടുപോകും. അതുകൊണ്ടാണ് ഉള്ള സൗകര്യം വെച്ച് ക്ലാസ് എടുക്കാം എന്ന് വിചാരിച്ചത്. 22-ാമത്തെ അധ്യായം പറഞ്ഞു നിർത്തിയത് ശനിമണ്ഡലത്തിൽ നിന്നും 11 ലക്ഷം യോജന അകലെയായി സപ്തർഷി മണ്ഡലം സ്ഥിതി ചെയ്യുന്നു എന്നും, അവിടെ സർവ്വലോകങ്ങൾക്കും മംഗളം നേർന്നുകൊണ്ട് സപ്തർഷികൾ ധ്രുവമണ്ഡലത്തെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ധ്രുവമണ്ഡലത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ആ ശിശുമാര സ്വരൂപത്തെക്കുറിച്ചുമുള്ള വർണ്ണനയാണ് 1-ാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയ സപ്തർഷി മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അഥ തസ്മാത് പരതഃ, ഈ പറഞ്ഞ സപ്തർഷി പഥത്തിൽ നിന്നും അപ്പുറത്തായിട്ട് അവിടെയാണത്രേ വൈകുണ്ഠലോകം സ്ഥിതി ചെയ്യുന്നത്. ആ വൈകുണ്ഠ ലോകം സപ്തർഷി പഥത്തിൽ നിന്നും എത്ര യോജന ദൂരത്താണെന്ന് പറയുന്നു. 13 ലക്ഷ യോജനാന്തരതഃ. സപ്തർഷി പഥത്തിൽ നിന്നും 13 ലക്ഷം യോജന ദൂരത്തിൽ യത്, യാതൊരു ഇടമുണ്ടോ തത്, അതിനെയാണ് വിഷ്ണോഹോ പരമം പദം, മഹാവിഷ്ണുവിന്റെ പരമമായ പദമെന്ന് അഭിവദന്തി പറഞ്ഞു വരുന്നത്. ഇവിടെയാണ് യത്രഃ മഹാഭാഗവതഃ ഔത്താനപാദിഃ ധ്രുവഃ, ഉത്താനപാദ മഹാരാജാവിന്റെ മകനായ ധ്രുവൻ ഇവിടെയാണ് വസിക്കുന്നത്. ആ ധ്രുവന്റെ മഹാത്മ്യത്തെ കാണിക്കാനായിട്ട് പറയുന്നു. ആ ധ്രുവപദത്തിൽ അഗ്നിന ഇന്ദ്രേണ, അഗ്നിയാലും ഇന്ദ്രനാലും, കശ്യപേന പ്രജാപതിന, കശ്യപ പ്രജാപതിയാലും, ധർമ്മേണ ച, ധർമ്മദേവനാലും, സമകാലയുഗ്ഭിഹി, ഇവരെല്ലാം ഒരേ സമയം ഒരിടത്ത് വന്നു ചേർന്ന് സബഹുമാനം ആദരപൂർവം ഈ ധ്രുവമണ്ഡലത്തെ ദക്ഷിണതഃ ക്രിയമാണഃ, വലം വയ്ക്കുന്നു. അങ്ങനെ വലം വയ്ക്കപ്പെട്ടുകൊണ്ട് കൽപ്പജീവിനാം ആജീവ്യഃ, കൽപ്പാന്തകാലം, അത്രയും കാലം ജീവിക്കുന്നവർക്ക്, ആജീവ്യഃ, ഉപജീവ്യനായി എന്ന് വെച്ചാൽ അവർക്ക് അത്രയും കാലം ജീവിക്കുന്നവർക്കും ആരാധിക്കാൻ ഉതകുന്ന രീതിയിൽ അത്രയും ആയുസ്സുള്ള ഈ ധ്രുവൻ, ഈ ധ്രുവന്റെ തസ്യൈഹ അനുഭാവഃ, ധ്രുവന്റെ മാഹാത്മ്യം എന്തായിരുന്നു എന്ന് മുൻപ് ഉപവർണിതഃ, വർണ്ണിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ ധ്രുവമണ്ഡലം അഥവാ ഭഗവാന്റെ വിഷ്ണുലോകം എന്ന് പറയുന്നത് സപ്തർഷി മണ്ഡലത്തിൽ നിന്നും 13 ലക്ഷം യോജന ഉയരെയായിട്ടാണ് വർത്തിക്കുന്നത്. ഇവിടെ ഉത്താനപാദന്റെ മകനായ ധ്രുവൻ അഗ്നി, ഇന്ദ്രൻ, കശ്യപ പ്രജാപതി, ധർമ്മദേവൻ ഇവരാൽ ആദരിക്കപ്പെട്ടങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുന്നു. ഇനി 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹനക്ഷത്രങ്ങളൊക്കെ ഈ ധ്രുവപദമാകുന്ന കെട്ടുകുറ്റിയിൽ ആണത്രേ തളയ്ക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് അനിമിഷേണ, ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാതെ എക്കാലവും ജാഗരൂകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനും, അവ്യക്തരംഭസ, എത്ര വേഗത്താലാണ്, എത്രത്തോളം വേഗത്തോടു കൂടിയതാണ് ഈ കാലം എന്ന് വ്യക്തമാവാത്ത കാലേന, ആ കാലസ്വരൂപനായ ഭഗവത, ഭഗവാനാൽ ഭ്രാമ്യമാണാനാം,
ആ കാലസ്വരൂപത്താലാണ് ഈ ഗ്രഹനക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുന്നത്, ചുഴറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭ്രാമ്യമാണാനാം, ചുഴറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഗ്രഹനക്ഷത്രാദീനാം, ഗ്രഹനക്ഷത്രാദികളായ സർവേഷാം ജ്യോതിർഗണാനാം, എല്ലാ ജ്യോതിർഗോളങ്ങളുടെയും അവഷ്ടംഭ, കെട്ടുകുറ്റി, അവഷ്ടംഭ സ്ഥാണുഹു ഇവ, കെട്ടുകുറ്റി എന്നതുപോലെ ഈശ്വരേണ വിഹിത, ഈശ്വരനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഹ, ആ ധ്രുവനാകട്ടെ അല്ലെങ്കിൽ ആ ധ്രുവ പദമാകട്ടെ, ഈ ശശ്വത് അവഭാസത്തെ, എല്ലാ കാലത്തും അങ്ങനെ പ്രകാശിക്കുന്നു. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഒരു കൃഷിക്കാരൻ ധാന്യം മെതിക്കാനായി നാട്ടിയ കളത്തിൽ കെട്ടിയ മൃഗങ്ങളെ എപ്രകാരമാണോ സ്ഥാനം തെറ്റാതെ നടത്തുകയും പിന്നീട് അവയെ മാറ്റിക്കെട്ടുകയും ചെയ്യുന്നത്, അതുപോലെയാണ് കാലചക്രത്തിൽ ഈശ്വരനാൽ കെട്ടിയിടപ്പെട്ട ഗ്രഹനക്ഷത്രാദികൾ ധ്രുവനെ കേന്ദ്രമാക്കി വായുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ആ കൽപ്പാന്തം ചുറ്റി സഞ്ചരിക്കുന്നത്. യഥാ, എപ്രകാരമാണോ മേഢി സ്തംഭേ, ഒരു കറ്റക്കളത്തിലെ മെതിക്കുറ്റിയിൽ ത്രിഭിഹി സവനൈഹി, 3 എന്ന ആ പരിധി നിശ്ചയിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന സംയോജിതാഹ, ആ പരിധിയിൽ കെട്ടിയിടപ്പെട്ട ആക്രമണ പശവഹ, മെതിക്കാളകൾ യഥാസ്ഥാനം, എപ്രകാരമാണോ ഒരു നിശ്ചിത സ്ഥാനത്തിനപ്പുറത്തേക്ക് അതിക്രമിക്കാതെ മണ്ഡലാനി ചരന്തി, ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി നടക്കുന്നത്, ഏവം ഇപ്രകാരമാണ് ഭഗണാഹ ഗ്രഹാദയഃ, നക്ഷത്രരാശികളും ഗ്രഹാദികളും ഏതസ്മിൻ കാലചക്രേ, ഈ കാലചക്രത്തിൽ അന്തർബഹിർയോഗേന, ഉള്ളിലും പുറത്തുമായി അന്യോന്യം യോജിപ്പിക്കപ്പെട്ട് ധ്രുവം ഏവ അവലംബ്യ, ഈ ധ്രുവ നക്ഷത്രത്തെ തന്നെ അവലംബിച്ച് വായുന ഉദീര്യമാണാഹ, ആവർത്തവായുവിനാൽ ചലിപ്പിക്കപ്പെട്ടുകൊണ്ട് ആ കൽപ്പാന്തം, കൽപ്പകാലം അവസാനിക്കുന്നതുവരെ പരിചംക്രമന്തി, ചുറ്റിത്തിരിയുന്നു. യഥാ നഭസി, ഏത് പ്രകാരം ആകാശത്തിൽ മേഘാഹ, മേഘങ്ങളും ശേനാദയഃ, പരുന്ത് മുതലായ പറവകളും വായുവശാഹ, വായുവിന്റെ നിയന്ത്രണത്തോടു കൂടിയവയായിട്ട് കർമ്മസാരഥയഃ, പ്രാരബ്ധം തെളിക്കുന്ന മാർഗത്തെ അനുസരിച്ച് പരിവർത്തന്തേ, അങ്ങനെ പാറിപ്പറക്കുന്നുവോ, ഏവം ഇപ്രകാരമാണ് ജ്യോതിർഗണാഹ, ജ്യോതിർഗോളങ്ങളുടെ നിരകളും പ്രകൃതി പുരുഷ സംയോഗ അനുഗൃഹീതാഹ, പ്രകൃതി പുരുഷ തത്വങ്ങൾ തമ്മിലുള്ള നിത്യ ആശ്ലേഷ ശക്തിയാൽ അനുസ്യൂതം ഗ്രഹിക്കുക, അനുസ്യൂതം ഗ്രഹിക്കുക എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ഭഗവാനാൽ നമ്മൾ സ്വീകരിക്കപ്പെടുമ്പോൾ അതിനെയാണ് അനുഗ്രഹം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കർമ്മ നിർമ്മിത ഗതയഃ, കർമ്മശക്തിയാൽ ഉളവാക്കപ്പെട്ട ലോകയാത്രയോടുകൂടിയവയുമായി ഭവിച്ച് ഭുവി ന പതന്തി, താഴെ വീഴാതെ ഇരിക്കുന്നു. ആകാശത്തെ പറവകൾ എന്തുകൊണ്ടാണ് താഴേക്ക് വീഴാത്തത്? കാരണം അവയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കഴിവ് അങ്ങനെയാണ്. അതുപോലെ തന്നെ ആ ആകാശത്തിലെ പറവകൾ വായുവിന്റെ ഗതിക്ക് അധീനരായും കർമ്മമാകുന്ന സാരഥിയോടും കൂടി സഞ്ചരിക്കുന്നു. അവയുടെ പ്രാരബ്ധ കർമ്മം ഒടുങ്ങുന്നതുവരെ അവർക്കങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയാണ് ജ്യോതിർഗണങ്ങൾ പ്രകൃതി പുരുഷ സംയോഗത്താൽ അനുഗ്രഹീതരായി സ്വകർമ്മഗതിക്കനുസരിച്ച് താഴേക്ക് പതിക്കാതെ ചരിക്കുന്നത്. ഇങ്ങനെ ആ ചക്രവാളത്തിലുള്ള ജ്യോതിശ്ചക്രത്തെ നമുക്ക് ഒരു ധാരണയ്ക്ക് വേണ്ടി ധ്യാന അവസ്ഥയിൽ ധാരണ ചെയ്യാനായിട്ട് ഒരു നക്രത്തിന്റെ, അതായത് മുതലയുടെ ആകൃതി കൊടുത്തുകൊണ്ട് പറയുന്നു. അതാണ് ശിശുമാരം എന്ന് വിളിക്കുന്നത്. 4-ാമത്തെ ശ്ലോകം. ഭഗവതഃ വാസുദേവസ്യ, ഭഗവാൻ ശ്രീ വാസുദേവന്റെ യോഗധാരണായാം, യോഗധ്യാന നിഷ്ഠയിങ്കൽ
ഏതത് ജ്യോതിരനീകം, ഈ ജ്യോതിഷ് ചക്രത്തെ ശിശുമാര സംസ്ഥാനേന, ശിശുമാരം എന്ന ജലജന്തുവിന്റെ സ്വരൂപസ്ഥിതിയോടു കൂടിയതായിട്ട് കേചന അനുവർണയന്തി, ചിലർ വർണ്ണിക്കാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ധ്രുവ നക്ഷത്രവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഈ ജ്യോതിഷ് ചക്രത്തെ ഭഗവാൻ വാസുദേവന്റെ യോഗധാരണാ കർമ്മത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ ഒരു മുതലയുടെ ആകൃതിയിൽ സങ്കല്പിക്കാറുണ്ട്. ഈ ജ്യോതിഷ് ചക്രം ഒരു മുതലയുടെ ആകൃതിയിൽ സങ്കല്പിക്കാൻ പറഞ്ഞു. ഇനി ആ മുതല തന്നെ തല കീഴായിട്ട് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കണം. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അവാക്ഷിരസഹ, തല കീഴോട്ടാക്കിക്കൊണ്ട് കുണ്ടലീഭൂത ദേഹസ്യ, കുണ്ടലിനി ശക്തിയായി നമ്മുടെ മൂലാധാരത്തിൽ ഇരിക്കുന്നത് 3.5 ചുറ്റ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചുറ്റുള്ള പാമ്പിനെ പോലെയാണ്. അതേപോലെ ഈ മുതലയുടെ വാലിനെയും നമ്മൾ ചെറുതായി ഒന്ന് വളയാകൃതിയാർന്ന ഉടലോടുകൂടി കിടക്കുന്ന, അതുകൊണ്ടാണ് അതിനെ കുണ്ടലീഭൂത ദേഹസ്യ എന്ന് പറഞ്ഞത്. യസ്യ പുച്ഛാഗ്രേ, ഇങ്ങനെയുള്ള ആ ശിശുമാരത്തിന്റെ പുച്ഛം എന്ന് വെച്ചാൽ വാലിന്റെ ആ തലപ്പത്ത് ധ്രുവഹ ഉപകൽപ്പിത, ആ വാലിന്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് ധ്രുവ നക്ഷത്രത്തെ കൽപ്പിതമാക്കിയിരിക്കുന്നത്. തസ്യ ലാങ്കൂലെ, അതിന്റെ വാലിന്റെ തണ്ടമേലായിട്ട് പ്രജാപതി, അഗ്നി, ഇന്ദ്രഹ, ധർമ്മഹ, ഈ 4 പേർ, പ്രജാപതി, കശ്യപ പ്രജാപതി, അഗ്നി, ഇന്ദ്രൻ, ധർമ്മൻ, ഇവരും കൽപ്പിതമായിരിക്കുന്നു. പുച്ഛമൂലെ, വാലിന്റെ കടക്കൽ, ആ വാൽ തുടങ്ങുന്നിടത്ത് ധാതാ വിധാതാച്ച, ധാതാവും വിധാതാവും വർത്തിക്കുന്നു. കട്ട്യാം, ഈ ശിശുമാരത്തിന്റെ അരക്കെട്ട് ഭാഗത്ത് സപ്തർഷയ, സപ്തർഷിമാരും കൽപ്പിതരായിരിക്കുന്നു. ഇനി ദക്ഷിണാവർത്ത കുണ്ടലീഭൂത ശരീരസ്യ തസ്യ, ദക്ഷിണാവർത്തം എന്നാൽ വലത്തോട്ട് തിരിഞ്ഞ് കുണ്ടലീഭൂതം, വളയാകൃതിയിൽ കിടക്കുന്ന അതിന്റെ ദക്ഷിണ പാർശ്വേതു, ആ വലത്തെ ഭാഗത്താകട്ടെ ഉദഗയനാനി യാനി, ഉദഗയനം എന്നാൽ ഉത്തരായണം, ഉത്തരായണങ്ങളായിട്ടുള്ള ഏതെല്ലാം നക്ഷത്രങ്ങളുണ്ടോ, ഈ ഉത്തരായണ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അഭിജിത്ത് മുതൽ പുണർദം വരെയുള്ള 14 എണ്ണത്തെയാണ്. സാധാരണ നമ്മൾ 27 നക്ഷത്രങ്ങളെയാണ് കണക്കാക്കുക. പക്ഷെ അഭിജിത്ത് എന്നൊരു നക്ഷത്രത്തെയും കൂടെ കൂട്ടിയിട്ട് 14, അതായത് 28 നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവ ഉത്തരായണ നക്ഷത്രങ്ങളും. ഇനി അതിൻ്റെ സവ്യേ, ഇടത്തെ ഭാഗത്താകട്ടെ ദക്ഷിണായനാനി ഉപകൽപ്പയന്തി, ദക്ഷിണായന നക്ഷത്രങ്ങളെയും. അപ്പോൾ ഈ ദക്ഷിണായന നക്ഷത്രം എന്നാൽ പൂയം മുതൽ ഉത്രാടം വരെയുള്ള 14 നക്ഷത്രങ്ങളാണ് ദക്ഷിണായന നക്ഷത്രങ്ങൾ. ഇവയെ ഉപകൽപ്പയന്തി, ഇങ്ങനെ ഉള്ളതായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. ഇനി യഥാ കുണ്ടലാഭോഗ സന്നിവേശസ്യ, എപ്രകാരമായാലാണോ കുണ്ടലാകാരത്തിൽ വട്ടം ചുറ്റിക്കിടക്കുന്ന സമ്പ്രദായത്തിലുള്ള ശിശുമാര ശരീരത്തിന്റെ ഉഭയോഹോ പാർശ്വയോഹോ അപി, ഇരുപാർശ്വങ്ങളിലെയും അവയവാഹ വാരിയെല്ലുകൾ സമസംഖ്യാഹ ഭവന്തി, തുല്യസംഖ്യകളായി ഭവിക്കുന്നത്, ഇതുപോലെയാണ് 14 തുല്യ നക്ഷത്രങ്ങൾ ഇടത്തും വലത്തുമായിട്ട് ഇരിക്കുന്നത്. ഇനി പൃഷ്ഠേതു, പൃഷ്ഠഭാഗത്ത് അജവീഥി, അജവീഥി എന്ന താരാനികര സഞ്ചാരമാർഗം, ഇവർക്കൊക്കെ സഞ്ചരിക്കേണ്ട മാർഗം. ഉദരതഃ, ഉദരഭാഗത്ത് ആകാശഗംഗാച, ആകാശഗംഗയെയും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തല കീഴോട്ടാക്കി വളച്ചു പിടിച്ച ശരീരത്തോടു കൂടി കിടക്കുന്ന ഈ ശിശുമാരത്തിന്റെ വാലിന്റെ അഗ്രഭാഗത്തായിട്ടാണ് ധ്രുവനെ കൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ബാക്കി ഭാഗത്ത് കശ്യപൻ, അഗ്നി, ഇന്ദ്രൻ, ധർമ്മൻ എന്നിവരും, വാലിന്റെ കടക്കൽ ധാതാവ്, വിധാതാവ് എന്നീ ദേവന്മാരും, കടിഭാഗത്ത് അരക്കെട്ടിന്റെ ഭാഗത്ത് സപ്തർഷിമാരും വർത്തിക്കുന്നു. അതുപോലെ ആ ഉടലിന്റെ വലതുഭാഗത്തായി 14 നക്ഷത്രങ്ങൾ,
ഇടതുഭാഗത്തായി മറ്റ് 14 നക്ഷത്രങ്ങൾ. ഇനി ഈ ശിശുമാരത്തിന്റെ പൃഷ്ഠഭാഗത്തായി അജവീഥി, ഈ നക്ഷത്രങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ആ വഴി, സഞ്ചാരമാർഗം അങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഈ ശിശുമാരത്തിന്റെ ഉദരഭാഗത്തായി ഗംഗയെയും ആകാശഗംഗയെയും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു.